ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ദുർഗ, ഞാൻ എന്തോന്ന് കിരണേ, ഇങ്ങോട്ട് വാ. കിരൺ വന്നേ. എന്റെ പൊന്ന് കിരണേ, ഇതിലിത്ര ആലോചിക്കാനൊന്നുമില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ ധൈര്യമായിട്ട് പോയി നാളെ മഹാദേവനെ കാണുന്നു. ഞാനേ വേറെ ആളയച്ചോളാം. ദേ പിന്നെ എല്ലാം ഓക്കെ ആയാൽ കളക്ട് ചെയ്ത് സെൻഡ് ചെയ്ത് അയക്കുന്നത് നീ തന്നെ ആയിരിക്കും. ഓ, ഞാൻ ചെയ്തോളാം. ഓക്കെ, എന്നാ ഞാൻ പോട്ടെ. നാത്തൂനെ, ടെൻഷനെല്ലാം മാറിയില്ലേ നാത്തൂനെ? പിന്നെ എന്താ ഈ ആലോചിക്കുന്നത്? സത്യം പറഞ്ഞ ഇപ്പോഴൊന്ന് സ്വസ്ഥമായത്. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ ഗിരിജെ. ആ ദുർഗയെ തീറ്റിപ്പോറ്റുന്നതിന് ഇപ്പോഴാ ഒരു പ്രയോജനം ഉണ്ടായത്. അഭിയുടെ കാര്യത്തില് അവള് ചെയ്തത് വലിയ ഉപകാരമായി. അത് ശരിയാ. ദുർഗ മീഡിയക്കാരോട് നടത്തിയ പ്രസംഗം ഇപ്പൊ വൈറലാ. ഓ, വൈറൽ അതേ കുറിച്ചൊന്നും പറയണ്ട. ഒരെണ്ണം വൈറലായതിന്റെയാ എല്ലാരും കൂടി അനുഭവിച്ചത്. എന്റെ പൊന്നോ, സോഷ്യൽ മീഡിയയിൽ ആൾക്കാരെ എടുത്ത് തലയെ വെക്കാനും താഴെയിട്ട് ചവിട്ടി തേക്കാനും ഒരു കാരണവും വേണ്ട. അത് നമ്മൾ അനുഭവിച്ചതല്ലേ. അതെ. ഓ, എന്നാലും ഈ ദുർഗയ്ക്ക് ഇത്രയൊക്കെ സംസാരിക്കാൻ അറിയായിരുന്നോ? അറിയാതിരിക്കോ? അവൾ ആ തള്ളയുടെ മോളല്ലേ. ജയശ്രീ എന്തായിരുന്നോന്ന് നാത്തൂന് നേരിട്ട് അറിയില്ലല്ലോ. അതുകൊണ്ടാ ഇപ്പൊ ഇങ്ങനൊരു സംശയം തോന്നിയത്. പിന്നെ ഇപ്പൊ ദുർഗ കാരണം നമുക്കൊരു പ്രയോജനം ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാ. പക്ഷെ അത് പുറത്ത് കാണിക്കണ്ട. നമ്മൾ കുറച്ച് മര്യാദ അവളോട് കാണിച്ചാലേ അവള് നമ്മുടെ തലയിൽ കയറിയിരിക്കും. ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ട് ഗിരിജെ? ദുർഗയ്ക്ക് എന്റെ മനസ്സിൽ ഒരേ ഒരു സ്ഥാനേ ഉള്ളൂ. അതിന് എന്നും അങ്ങനെ തന്നെയായിരിക്കും. അത് മതി. പിന്നെ നാത്തൂനെ, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താ ഗിരിജെ? നാത്തൂൻ അഞ്ജുവിന്റെ കല്യാണ കാര്യത്തെക്കുറിച്ച് അഷിയോടൊന്ന് സംസാരിക്കണം. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. അത് നീയാണോ തീരുമാനിക്കുന്നേ? പെണ്ണെ, വലിയ ആളാവാതെ ഞാൻ പറയുന്ന കേട്ട് അനുസരിച്ചോണം. അതെ, നിനക്ക് കല്യാണ സമയമായോന്ന് തീരുമാനിക്കാൻ ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾ പറയുന്നത് അങ്ങ് അനുസരിച്ചാ മതി. ഷോ, ഇത് വലിയ കഷ്ടായല്ലോ. എനിക്ക് എന്റെ സ്വന്തം സ്റ്റാൻഡിൽ നിന്നിട്ടൊക്കെ മതി എന്റെ കല്യാണം. നിന്നെ വളർത്തി ഇത്രയും വലുതാക്കിയത് നിന്റെ സമ്മതത്തോടെ അല്ലല്ലോ. അതെ. അപ്പൊ പിന്നെ ഇനിയുള്ള കാര്യങ്ങൾക്കും നിന്റെ അനുവാദം വേണ്ട. നാത്തൂന് എത്രയും പെട്ടെന്ന് തന്നെ അഷിയോട് സംസാരിക്കണം. ഇവളുടെ കല്യാണം കൂടി കഴിഞ്ഞാലേ എനിക്ക് മനസമാധാനം കിട്ടും. അജയേട്ടും പോയിട്ടും ഇത്രയും വർഷം ഞാൻ പിടിച്ചു നിന്നതേ ഇവളെ ഓർത്തിട്ടാ. ഇനി എന്റെ മോളെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിച്ചിട്ട് വേണം എനിക്കൊന്ന് സ്വസ്ഥമാവാൻ. എന്റെ അമ്മേ, എന്റെ സേഫ്റ്റി വേറെ ആളുടെ കയ്യിലല്ല, എന്റെ കയ്യിൽ തന്നെയാ. ഇവൾ ഇങ്ങനെയൊക്കെ പറയും. അതൊന്നും നാത്തും കാര്യാക്കണ്ട. നല്ലൊരു ബന്ധം വന്നാല് നമുക്കതങ്ങ് നടത്താം. ഞാൻ ഇപ്പൊ തന്നെ അഷിയെ വിളിച്ച് കാര്യം പറയാം. അവള് നമ്മുടെ അഞ്ജുവിന് പറ്റിയ പയ്യനെ തന്നെ കണ്ടെത്തും. നീ ധൈര്യമായിട്ടിരുന്നോ ഗിരിജെ? ശരി നാത്തൂനെ. അമ്മ ഒന്നിങ്ങ് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നാലേ പെണ്ണെ? ഒന്നുമില്ല. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. നാത്തൂനൊന്ന് അഷിയോട് സംസാരിക്കും. നീ ചെല്ലേ. ഹലോ അമ്മേ. മോളെ, ഞങ്ങളന്ന് വന്നപ്പോ അഞ്ജുവിന് ഒരു കല്യാണാലോചന നോക്കുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? അതെന്തെങ്കിലും നീ അവിടെ സംസാരിച്ചിരുന്നോ? ഇല്ലമ്മേ, അതൊന്നും സംസാരിക്കാൻ പറ്റിയ ഒരു സാഹചര്യം എനിക്കിവിടെ കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഞാനിങ്ങ് വന്ന് കേറിയതല്ലേ ഉള്ളൂ. അതിനു മുൻപ് തന്നെ ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾ പറയാൻ പറ്റുമോ? ഗിരിജി എന്നും അതേക്കുറിച്ച് എന്നോട് ചോദിച്ചു അഷി. ഞാനിപ്പോ എന്താ മറുപടി പറയേണ്ടത്? എനിക്ക് കുറച്ച് സമയം താമേ. ഇവിടുത്തെ ആളുകളുടെ ഫംഗ്ഷൻസ് ഒക്കെ ഞാനൊന്ന് അറ്റൻഡ് ചെയ്ത് തുടങ്ങട്ടെ. അപ്പോ ബന്ധുക്കളെയൊക്കെ നേരിട്ട് പരിചയമാവുമല്ലോ. ആ കൂട്ടത്തില് കല്യാണപ്രായമായ മക്കളുണ്ടോന്ന് അപ്പോഴല്ലേ അറിയാൻ പറ്റൂ. നീ പറയുന്നത് ശരിയാ. പക്ഷേ അതൊക്കെ ഇനി എന്നാന്ന് വെച്ചാ? അത്രയും നാളെ ഞാൻ ഗിരിജയോട് എന്ത് പറയും? നമ്മുടെ കാര്യം കഴിഞ്ഞപ്പോ നമ്മൾ ഉഴപ്പാണെന്നല്ലേ ഗിരിജ കരുതൂ. അങ്ങനെയൊക്കെ കരുതാൻ തുടങ്ങിയപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ എവിടെ പോയാ ഇത്ര പെട്ടെന്നൊരു ചെറുക്കനെ ഉണ്ടാക്കുന്നേ?
ഗിരിജയോട് നമ്മൾ സൂക്ഷിച്ച് ഇടപെടണം മോളെ. ഈ വീട്ടിൽ ഗിരിജ ഉണ്ടായിരുന്നതുകൊണ്ടാ നിനക്കും എനിക്കൊക്കെ ഒരു വിലയുണ്ടായത്. അത് നമ്മൾ മറക്കരുത്. അജയന്റെ മരണം ജയശ്രീയുടെ കൈകൊണ്ട് സംഭവിച്ചതുകൊണ്ട് ദേവേട്ടനോ സൗദാമിനി അമ്മയോ ഗിരിജയോട് കടുപ്പിച്ചൊന്നും പറയില്ലായിരുന്നു. ആ അവസരം മുതലെടുത്ത് ഗിരിജയെ കൂടെ നിർത്തി ഞാനിവിടെ പിടിച്ചു നിന്നതും ഇന്നെനിക്ക് എല്ലാവരോടും സംസാരിക്കാനുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുത്തതും. ഗിരിജ പിണങ്ങിയ പിന്നെ ഈ വീട്ടിൽ എനിക്ക് ഒരു വിലയുണ്ടാവില്ല. ശരി, ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് അമ്മ പറയുന്നേ? നീ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഗിരിജയ്ക്ക് തോന്നണം. ആ രീതിയില് നീ ഒന്ന് പെരുമാറിയാ മതി. അത് മതിയോ? മതി. നിനക്ക് അവസരം കിട്ടുമ്പോ നീ പൂർണിമയോട് കാര്യം പറ. ഉം. എന്നിട്ടത് ഗിരിജയോട് പറഞ്ഞാ മതി. കാര്യം നടക്കാൻ താമസിച്ചാല് അത് പൂർണിമ മുൻകൈ എടുക്കാത്തതുകൊണ്ടാണെന്ന് നമുക്ക് പറയാലോ. ഉം. ശരി, എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. ഓക്കെ. വേറെ വിശേഷം എന്തെങ്കിലും ഉണ്ടോ മോളെ? ഇല്ലമ്മേ. ആ, എന്നാ ശരി, ഞാൻ പിന്നെ വിളിക്കാം. ശരി. ശരി. വാ വാ. ദുർഗ, ഞാൻ എന്തോന്ന് കിരണേ, ഇങ്ങോട്ട് വാ. കിരൺ വന്നേ. എന്റെ പൊന്ന് കിരണ, ഇതിലിത്ര ആലോചിക്കാനൊന്നുമില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ ധൈര്യമായിട്ട് പോയി നാളെ മഹാദേവനെ കാണുന്നു. പറയ്. അതെ കിരൺ, മെയിനോണിലേക്കുള്ള നമ്മുടെ എളുപ്പ വഴിയാണിത്. മുന്നില് ഇത്രയും നല്ലൊരു വഴിയുണ്ടായിട്ടും മടിച്ചു നിൽക്കുന്നത് ശരിയല്ല. നിങ്ങൾ കരുതുന്ന പോലെ അതത്രയ്ക്ക് എളുപ്പമല്ല. ഒരു കാലത്തും ഏത് സാഹചര്യത്തിലും ഞാൻ ആശ്രയിക്കില്ല എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ച ആളാ എന്റെ അച്ഛൻ. അതിന് നീ അയാളെ തേടി പോകുന്നതേ വ്യക്തിപരമായ ഒരു കാര്യത്തിനല്ലല്ലോ. നമ്മളെ ലക്ഷ്യം വ്യക്തിപരവും അല്ല, അത് നീ മനസ്സിലാക്കി. അതെ, നമ്മുടെ നാടിനെ തന്നെ ഒരു വലിയ വിപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു മാർഗം സ്വീകരിക്കുന്നതെന്ന് കരുതിയ പോരെ? നിങ്ങൾ രണ്ടുപേരും പറയുന്നത് ശരിയാ, അതെനിക്ക് മനസ്സിലാകഞ്ഞിട്ടല്ല. പക്ഷേ പിന്നെ എന്താ ഒരു പക്ഷേ? അത് എന്റെ അച്ഛനാണെന്ന് അവകാശവും പറഞ്ഞു ചെന്നാ അത് അദ്ദേഹം അംഗീകരിക്കണമെന്നില്ലല്ലോ. അച്ഛന്റെ പേരില് ഒരുപാട് അവഗണനകൾ നേരിട്ട ആളാ ഞാൻ. ഇനി ആ മനുഷ്യന്റെ ഭാഗത്തുനിന്നും എന്നെ തള്ളി പറഞ്ഞ എനിക്കത് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. നവദുർഗേ വനദുർഗേ സർവവും നീ ചിന്മയീ